ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോയൽ 46. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ഏലാൻ്റെ പോവാണ് ഗൈസ്. ബാംഗ്ലൂരിലെ ഇന്നർ റോഡിന്റെ അവസ്ഥ ഞങ്ങൾ പറയണ്ടല്ലോ ഗൈസ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ സ്പോർട്സിലെത്തി. വസന്തേട്ടിന് വിഷം തരുന്നുണ്ടാന്ന് തോന്നുന്നു ഗൈസ്. ആവേശനെ പിടിച്ച് തുറപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നു ഗൈസ്. മോദി എന്റെ കയ്യിൽ അത്ര സൈസ് ഉണ്ട് ഗൈസ്. ഞാൻ അവരൊന്നും കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു ഗൈസ്. ഞാൻ അവരെ വായിക്കാത്തത് ക്യാമറയിൽ കുത്തിക്കിട്ട് അതായിരുന്നു എന്റെ ഹോബി ഗൈസ്. എന്റെ പേര് ഓൾറെഡി ഫുൾ ആയിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ മടുത്തു. വസന്തേട്ടിന് കൊടുത്തു. അവിടെ പിന്നെ എല്ലാം പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടു. ഇതിന്റെ ഇടയിൽ ആശയം ഒരു ബ്ലൂ ലൈൻ ഒക്കെ പറഞ്ഞായിരുന്നു ഗൈസ്. ഇങ്ങനെ തന്നെ ഇത് കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആകാശം ചോദിച്ചിട്ട് കൊടുത്തു പോയില്ല ഗൈസ്. കാൽച്ചടലൊക്കെ ഒളിപ്പിച്ച് വെച്ചിരുന്നായിരുന്നു ഗൈസ് കുടിച്ചോണ്ടിരുന്നത്. ചെന്നൈ പിന്നെ ഫുഡെന്ന് പറഞ്ഞമായിരിക്കും ഗൈസ്. അങ്ങനെ മണിക്കൂറുകളുടെ പ്രയത്നം ശേഷം എങ്ങനെയൊക്കെയോ കുത്തിക്കേറ്റിട്ടുണ്ട്. വെട്ടിയിട്ട വാഴക്കന്ന് മറന്നു പോക്ക് കണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടു തലശ്ശേരിയിലേക്ക് ഒരു ചായ കുടിക്കാനായിട്ട് പോയ വസന്തേട്ട പിന്നെ എത്തിച്ചേർന്ന ഐസ്ക്രീമിന്റെ മടയിലേക്ക് ആയിരുന്നു ഗൈസ്. ഞാൻ തന്നെ ആലോചിച്ചോ ഇങ്ങനെ വയ്ക്കുന്നതോ കൊക്കപ്പുഴി ഉണ്ടോ. ആകാശം കുറച്ച് ഐസ്ക്രീം ചോദിച്ചപ്പോൾ അടപ്പി കൊടുത്തിട്ട് പുള്ളി തരാ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് ഞങ്ങൾ ചായ വന്നു. ഞങ്ങൾ ആ ചായ എടുത്ത് ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ വസന്തേട്ട അവിടെ നിന്ന് ലാസ്റ്റ് പേയ്മെന്റും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടി എടുക്കാൻ നേരം പുള്ളിക്കാരൻ ഐസ്ക്രീം നിന്നോണ്ടിരിക്കണം. എനിക്ക് അവിടെ നിന്ന് ഒരു ബണ്ടിൽ വാങ്ങണമായിരുന്നു. അങ്ങനെ അതും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയി. ബൈ.